ഒരിക്കൽ മാതാ സീതാദേവി തന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊപ്പം ശിവപാർവതിയെ പൂജിക്കാൻ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഭക്തിയും ആനന്ദവും നിറഞ്ഞ മനസ്സോടെ അവർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. അപ്പോൾ മാതാ സീത പറഞ്ഞു, നമുക്ക് ശിവപാർവതിയെ പ്രദക്ഷിണം ചെയ്യണം. അങ്ങനെ സഹോദരിമാരൊരുമിച്ച് ആ ദിവ്യ ദമ്പതികളെ വലംവയ്ക്കാൻ തുടങ്ങി. ഓരോ ചുവടിലും അവരുടെ മനസ്സിൽ ഭഗവാനോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നു. ആ നിമിഷം പ്രപഞ്ചം മുഴുവൻ അവരുടെ ഭക്തിയിൽ ലയിച്ചതുപോലെ തോന്നി. അതേസമയം പ്രപഞ്ചനാഥനായ ശ്രീരാമൻ തന്റെ ഹൃദയത്തിൽ ഈശ്വര ചിന്ത നിറച്ച് പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ ശേഖരിക്കാൻ വനത്തിലേക്ക് എത്തിച്ചേർന്നു. ഓരോ പുഷ്പത്തിലും ഈശ്വരന്റെ സൗന്ദര്യം അദ്ദേഹം കണ്ടു. പെട്ടെന്ന് വഴിയിൽ നിന്ന ഒരു പൂവിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഉടക്കി. ആ നിമിഷം മഹാദേവൻ തന്റെ ലീലയാൽ ഒരു പുഷ്പം ആ ചെടിയിൽ നിന്ന് താഴെ വീഴ്ത്തി. ഇത് കണ്ട പാർവതി ദേവി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, പ്രഭു, ശ്രീരാമൻ മുന്നോട്ടു പോകാനും അദ്ദേഹത്തിന്റെ പ്രാണപ്രേയസിയായ സീതയുമായി ആദ്യമായി കണ്ടുമുട്ടാനും വേണ്ടിയാണല്ലോ അങ്ങ് ഇത് ചെയ്തത്. മാതാ സീതയുടെയും ശ്രീരാമന്റെയും കൂടിക്കാഴ്ചയ്ക്കായി ദേവന്മാരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. താഴെ വീണ ആ ദിവ്യ പുഷ്പം തേടി ശ്രീരാമൻ മുന്നോട്ട് നടന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കാതുകളിൽ സ്ഫടികം പോലെ ശുദ്ധമായ, ഹൃദയത്തിൽ തേൻ പോലെ അലിഞ്ഞു ചേരുന്ന ഒരു മണിനാദം മുഴങ്ങി. ആ മണി മുഴക്കിയത് സീതാദേവി തന്റെ മൃദുലമായ കൈകൾ കൊണ്ടായിരുന്നു. ആ നാദം ശ്രീരാമനെ നിശ്ചലനാക്കി. ലോകം മുഴുവൻ ആ മണിനാദത്തിൽ ലയിച്ചതുപോലെ തോന്നി. ആ സ്വരം പിന്തുടർന്ന് ശ്രീരാമൻ തലയുയർത്തി നോക്കി. അവിടെ ലോകത്തിന്റെ സൗന്ദര്യമെല്ലാം ഒരു രൂപത്തിൽ ഒതുങ്ങിയതുപോലെ ജനകനന്ദിനി സീതാമാതാവ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം സീതയുടെയും രാമന്റെയും കണ്ണുകൾ ആദ്യമായി ഇടഞ്ഞു. ഒരു നിമിഷം പ്രപഞ്ചം നിശ്ചലമായി. കാലം നിന്നുപോയതുപോലെ അതൊരു കേവലം ഒരു കൂടിക്കാഴ്ചയായിരുന്നില്ല. മഹാദേവന്റെ ദിവ്യ ലീലയാൽ പ്രണയം കൊണ്ടൊരുക്കിയ ഒരു പവിത്രമായ സംഗമമായിരുന്നു അത്. ജന്മജന്മാന്തരങ്ങളുടെ ബന്ധം ആ കണ്ണുകളിൽ പ്രതിഫലിച്ചു. രാമനും സീതയും അന്ന് കണ്ടുമുട്ടിയത് വെറും ഒരു കാഴ്ചയായിരുന്നില്ല. അത് ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു അനശ്വരമായ പ്രണയത്തിന്റെ തുടക്കമായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീരാമൻ ജനക മഹാരാജാവ് ഒരുക്കിയ സീതാ സ്വയംവരത്തിൽ പങ്കെടുക്കുകയും അനേകം രാജാക്കന്മാർക്ക് കുലയ്ക്കാൻ കഴിയാതിരുന്ന ആ ദിവ്യമായ വില്ല് ശ്രീരാമൻ അനായാസം കുലയ്ക്കുകയും അതൊടിയുകയും ചെയ്തു. അങ്ങനെ തന്റെ പ്രതിജ്ഞ പാലിച്ചുകൊണ്ട് ജനക മഹാരാജാവ് സീതാദേവിയെ ശ്രീരാമന് വിവാഹം ചെയ്തു കൊടുത്തു. ശ്രീരാമന്റെയും സീതാമാതാവിന്റെയും ആദ്യത്തെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ബോക്സിൽ ജയ് ശ്രീറാം എന്ന് ടൈപ്പ് ചെയ്യുക. ജയ് സിയാറാം.